എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സിയോന എന്തൊക്കെയുണ്ട്? ഓക്കെ, നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും നമ്മളെ കാണുന്ന നമ്മളെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. നമ്മളും സുഖം തന്നെയായിരിക്കുന്നു. അപ്പോൾ സിയോന നമ്മൾ എന്തായിരുന്നു ചെയ്യാൻ പോകുന്നത്? കുക്കിംഗ്. നമ്മൾ ഇന്നും പതിപോലെ ഒരു കുക്കിംഗ് ആണ്. പുറത്തും പോകാൻ പറ്റുന്നില്ല. പുറത്തു പോകുന്ന പറ്റുമെങ്കിൽ നമ്മൾ ഒരു വ്ളോഗായിട്ട് പുറത്തുനിന്ന് ചെയ്യും. പുറത്തൊക്കെ പോകാൻ തുടങ്ങും. നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കാണിക്കാം. ഇപ്പം നമ്മൾ ഇന്ന് പതിപോലെ കുക്കിംഗ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എന്താ സിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ചിക്കൻ ബർഗർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ബർഗർ വിത്ത് അവക്കാഡോ ജ്യൂസ്. ചിക്കൻ ബർഗർ വിത്ത് അവക്കാഡോ ജ്യൂസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ, എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ നമ്മൾ നമ്മളെ സ്റ്റൈൽ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നമ്മളെ സ്റ്റൈൽ ഉണ്ടാക്കാം. ആരുടെ സ്റ്റൈൽ? സിയോന സ്റ്റൈലാ? ഓക്കെ, അത് സ്റ്റൈൽ. അപ്പോൾ നമുക്ക് നമ്മളെ ചിക്കൻ ബർഗർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചിക്കൻ ബർഗർ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ബർഗർ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ഫസ്റ്റ് വേണ്ടത് ചിക്കൻ ബർഗറിന്റെ പത്തി വേണം. അതിനുശേഷം ബർഗർ ബന്ന് വേണം. പിന്നെ ചീസ്, 3 ചീസ് എടുത്തിട്ടുണ്ട് നമ്മള്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്, മയോണൈസ്, കുക്കുംബർ, ഐസ്ബർഗ്, ടൊമാറ്റോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് ചിക്കൻ ബർഗർ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ ഓൾറെഡി ചൂടായുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ ബർഗർ പത്തി ഇട്ട് കൊടുക്കാം. ഇത്ര സിയോന. മൂന്ന് ബർഗറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. അതെ, നമുക്ക് ഫ്ലെയിം ലോ വെച്ചാൽ അടിപൊളിയായിട്ട് ബർഗർ കിട്ടാൻ പറ്റും. അപ്പോൾ നമ്മുടെ വൺ സൈഡ് റെഡി ആയിരുന്നെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. പതുക്കെ ഒന്ന് അടിമറച്ചിടാം. ഓൾറെഡി വൺ സൈഡ് റെഡിയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിയെല്ലാം മറിച്ചിടാം. അടിപൊളിയായി വന്നിട്ടുണ്ട് നമ്മളെ ബർഗർ പത്തി. ഓൾറെഡി വൺ സൈഡ് ഓൾറെഡി കുക്കായിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി നന്നായി കുക്കായതിനു ശേഷം നമുക്ക് മറിച്ചിടാലോ. ഇതൊരു 2-3 തവണ നമ്മൾ രണ്ട് സൈഡുമായിട്ട്, അതായത് സോഫ്റ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടിമറച്ചിട്ട് കൊടുക്കണം. അതായത് നല്ല കുക്കായി പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി ഫ്രീസറിൽ വെക്കുന്ന ഐറ്റം അല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ ഐസിൻ്റെ ഇതുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 2-3 പ്രാവശ്യം ബോത്ത് സൈഡൊന്ന് നിറച്ചിട്ട് കൊടുത്താൽ മതിയാവും. നമ്മളെ ബർഗർ പത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള കുക്കുംബർ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ എൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ ആക്കുന്നത് വെച്ചാൽ, നോർമൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാൽ ബർഗർ എല്ലാവരും സാധാരണ ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് സ്ലൈസ് മാത്രം എടുത്തിട്ട് ബർഗറിൻ്റെ മുകളിൽ വെക്കണം പതിവ്. പക്ഷെ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതുപോലെ ചോപ്പ് ചെയ്യും. അതെന്ന് വെച്ചാൽ നമുക്ക് കുക്കുംബറൊക്കെ കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ വലിയ പീസ് അല്ലാതെ ഇതുപോലെ അങ്ങനെ സ്ലൈസ് ചെയ്ത് നമുക്ക് കൊടുക്കുക. ചെറിയൊരു സ്ലൈസ് ആയിട്ട് കൊടുത്താൽ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. കുക്കുംബർ നമുക്ക് ഇത്ര മതിയാവും. രസമാണ്. ഇത് ഐസ്ബർഗ് ലെറ്റ്യൂസാണ്. ഐസ്ബർഗ് ലെറ്റ്യൂസാണ്. അപ്പോൾ ഇതും നമുക്ക് അതിൻ്റെ കൂടെ കട്ട് ചെയ്തെടുക്കണം. കുഞ്ഞുകുഞ്ഞാന്ന് അരിഞ്ഞു കൊടുക്കുക ചെറിയ പീസായിട്ട്. ഇതൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ നമ്മളെ ടൊമാറ്റോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ടൊമാറ്റോ നമ്മൾ നല്ല പഴുത്ത ടൊമാറ്റോയാണ്.
അതിന്റെ വെള്ളം വരുന്ന അതൊട്ട് വെള്ളം വരും. അപ്പോൾ അത്തു എന്ത് ചെയ്യുന്നറിയാം, ഈ ടൊമാറ്റോന്റെ ഈ കുരുള്ള പാർട്ട് നമുക്ക് ഒഴിവാക്കാം. അത് ടേസ്റ്റ് ഉണ്ടാവും അത്ര അല്ലേ? ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും, പിന്നെ അതൊരു വെള്ളം പോലെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഈ സെൻട്രൽ പാർട്ട് നമുക്ക് ഇതേപോലെ വേണം നമ്മളെ ടൊമാറ്റോ. ബാക്കി ഉള്ളിലത്തെ സാധനങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കുവാണ്ടേ. കണ്ടോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ നമ്മൾ സ്ലൈസും ചെയ്ത ചോപ്പും ചെയ്യാം. നിങ്ങൾ ആ പിന്നെ മിഡിൽ പാർട്ട് റിമൂവ് ചെയ്യണം കേട്ടോ. കുരു നമുക്ക് ആവശ്യമില്ല ഇതിന് സലാഡിന്. നമുക്ക് കട്ട് ചെയ്ത് വെച്ച ലെറ്റ്യൂസിന്റെ അപ്പുറം കുക്കുംബറിലേക്ക് ടൊമാറ്റോ ഇടാം. കുക്കുംബർ, ലെറ്റ്യൂസ് ഇത് മൂന്നും കൂടി എടുക്കുക. എന്നിട്ട് ഇത് മൂന്നും കൂടി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ടൊമാറ്റോയും കുക്കുംബറും ലെറ്റ്യൂസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ബന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നോർമലി കട്ട് ചെയ്തിട്ടൊക്കെ വരാറുണ്ട്, പക്ഷെ എനിക്ക് കിട്ടിയ ബന്ന് കട്ട് ചെയ്തിട്ടില്ല. നമുക്ക് രണ്ടായിട്ട് മുറിക്കാം. സർക്കിൾ രീതിയിൽ വേണം. 3 പേർക്ക് നമ്മളൊരു 3 ബർഗർ ഉണ്ടാക്കണം. അതിന്റെ കൂടെ നമുക്ക് എന്താ ചെയ്യാനാ, ബർഗറും പിന്നെ അവക്കാഡോ ജ്യൂസ്. നമ്മൾ ഉണ്ടാക്കുന്ന കാണിക്കാം. ജസ്റ്റ് എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മുടെ ഒരു ഫണ്ണിന് വേണ്ടിട്ട് നമ്മൾ ഇടുന്നു അല്ലാത്തോ? അത്രേ ഉള്ളൂ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെ. പിന്നെ നമ്മളൊരു രസം നമ്മുടെ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കും. മയോണൈസ് എടുക്കുക. നമുക്ക് ബോത്ത് സൈഡ്, 2 സൈഡിലേക്ക് മയോണൈസ് അങ്ങ് തേച്ച് കൊടുക്കാം. എല്ലാ സൈഡിലും തേച്ച് കൊടുക്കണം. ഫുൾ മിക്സ് ആവണം. മയോണൈസ് ഒക്കെ ആയിട്ട് അതിന്റെ ടേസ്റ്റിംഗ് വരണം. ഇത് ഹാഫ് ആയിട്ട് എടുക്കുമ്പോൾ 6 പീസ് പോലെ ഉണ്ട് കാണാൻ. മയോണൈസ് ഇപ്പൊ എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബർഗറിലെ എല്ലാ സൈഡും കണ്ടോ ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മുകളില് മയോണൈസ് സൈസ് ഒഴിച്ച് വെച്ചതിന്റെ മുകളിൽ നമുക്ക് നമ്മള് സലാഡ് ആക്കിയില്ലേ, അപ്പൊ ടൊമാറ്റോയും ലെറ്റ്യൂസും പിന്നെ കുക്കുംബറും മിക്സ് ചെയ്ത് വെച്ച് അത് നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണ്ട. ബർഗറിൽ നല്ല വെജിറ്റബിൾസ് ആണ്. നല്ല വെജിറ്റബിൾസ് ആണ്. കിഡ്സിന് നന്നായിട്ട് കഴിക്കണം. നീ മോള് നന്നായിട്ട് കഴിക്കണം. ഞാൻ ടൊമാറ്റോ കുറച്ച് ഇഷ്ടമല്ല. സാരമില്ല, ബർഗറിന്റെ ഒപ്പം കഴിക്കും. എന്നുള്ള വെജിറ്റബിൾ വെച്ചു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബർഗർ പത്തിൻ്റെ മുകളിൽ നമ്മൾ ഓൾറെഡി ടൊമാറ്റോ കച്ചപ്പ് തേച്ച് വെച്ചു. അതിന് മുകളിൽ ടൊമാറ്റോ കച്ചപ്പ് തേച്ച് വെച്ച് ബർഗർ പത്തിയും വെക്കുക. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചീസ്, ഇതിന് മുകളിൽ അതായത് ചീസും ടൊമാറ്റോ സോസും ബർഗറൊക്കെ ആയിട്ട് അതിൻ്റെ ടേസ്റ്റിങ് വേണം. കൊണ്ടോളെ അപ്പോൾ ഇത്രയും നമ്മുടെ സെറ്റാക്കി വെച്ച ബർഗർ നമുക്കിനി ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിൽ വെച്ച് ചൂടാക്കി എടുക്കാം. സാധാരണ ഗ്രിൽ ചെയ്താണ് എടുക്കല്. ഇപ്പം നമ്മളതിൽ ഗ്രില്ലിംഗ് മെഷീൻ ഇല്ല, അതുകൊണ്ട് നമുക്ക് ഫ്രൈ പാനിൽ വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്ത പോലെ ചൂടാക്കിയെടുക്കാം. ഫ്രൈ പാനിലേക്ക് പോകാം. നമ്മുടെ ഫ്രൈ പാൻ ലൈറ്റ് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബർഗർ ഒന്ന് വെക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. അപ്പോൾ അതിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. ആ കെച്ചപ്പും ചീസും ഒക്കെ ഒന്ന് മെൽട്ടായി വരും. നല്ല ചൂടാകുന്നുണ്ട്. 2 സൈഡും ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. നല്ല ചൂടാണ്, ശ്രദ്ധിച്ച് ചെയ്യണം ഈ പാർട്ട്. ജസ്റ്റ് ഒന്ന് ഓക്കെ, നമ്മളെ ബർഗർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നമ്മളെ പ്ലേറ്റിലേക്ക് മാറ്റാം. അല്ല സിയോന, വേണ്ട നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നും കഫ്റ്റേരിയാസിൽ നിന്ന് കിട്ടുന്ന ആദ്യ അടിപൊളി ബർഗർ, ഓയിലൊന്നുമില്ലാതെ ഫ്രൈ ചെയ്തെടുത്തത് സൂപ്പർ ബർഗർ. നമുക്ക് ഇതിന്റെ കൂടെ എന്താ സിയോന? നമ്മുടെ ഇന്നത്തെ ഡിന്നർ ഇതാണ്, അവക്കാഡോ ജ്യൂസ് വിത്ത് ചിക്കൻ ബർഗർ.
അത് കട്ടയാക്കി വെച്ചതാണ് ഇത്. നമുക്കിവിടെ കട്ടപ്പാൽ പുറത്ത് കിട്ടത്തില്ല, അതുകൊണ്ട് നമ്മൾ ഐസ് ട്രേൻ്റെ അകത്ത് വെച്ചിട്ട് പാൽ കട്ടയാക്കി. പാലും നമ്മൾ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യും. കുറച്ച് പാൽ കൂടി മിക്സ് ചെയ്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പകുതി അടിഞ്ഞിട്ടുണ്ട് നമ്മൾ അവക്കാഡോ. അതിലേക്ക് നമുക്ക് ഹണി ആഡ് ചെയ്യാം. ഞാനിതിൽ ഷുഗർ ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് അവക്കാഡോ വിത്ത് ഹണി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ആഡ് ചെയ്ത് നമുക്കിത് ഒന്നുകൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അത് രണ്ടടി കൂടി. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ബർഗർ റെഡിയായി, അവക്കാഡോ ജ്യൂസ് റെഡി, എല്ലാം റെഡി. നമ്മുടെ ഡിന്നർ ആകത്തെ. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കാം. അതുപോലെ നമ്മൾ കഴിച്ചു നോക്കി നമുക്കറിയാം ഓൾറെഡി ടേസ്റ്റ് ഉണ്ട്. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾ കഴിച്ചു നോക്കുക. എന്നിട്ട് നമ്മളടുത്ത് അഭിപ്രായം പറയാ. കമന്റ് ബോക്സിൽ ഇട്ടിട്ട് നമ്മളെ എല്ലാം അറിയിക്കണം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ നമ്മുടെ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ മൊബൈലിലേക്ക് കിട്ടും.